ഹേ ഹായ് വെൽക്കം ടു അവർ ചാനൽ ഇസൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഗൈസ്. അപ്പം നമുക്കത് കണ്ടിട്ട് വരാം. അപ്പോൾ രാവിലെ എന്തെങ്കിലും ചായയൊക്കെ കുടിക്കുകയാണ്. ഹേ ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇസൂസ് വേൾഡ്. ഇതാണ് നമ്മളുടെ പൊൻകതിറിൻ്റെ അവലൂസുപൊടി ഗൈസ്. മസ്റ്റ് ട്രൈ സാധനമാണ്. റേറ്റ് വരുന്നത് 82 രൂപയാണ്. 300 ഗ്രാമുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള അവലൂസുപൊടിയായിരുന്നു. ഉമ്മി ഇതിൻ്റെ സ്റ്റാഫാണ് ഗൈസ്, സുപ്രീമിലെ സ്റ്റാഫാണ് ഉമ്മി പൊൻകതിറിൻ്റെ. അപ്പോൾ ഇന്നലെ പോയപ്പോൾ ഉമ്മയ്ക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു എറണാകുളത്ത്. പോയിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും അവലൂസ് പൊടി, പൊൻകതിറിൻ്റെ തന്നെ ഇൻസ്റ്റൻറ്റ് ഉപ്പുമാവ് പൊടി, പൊൻകതിറിൻ്റെ തന്നെ ഇടിയപ്പം പൊടിയൊക്കെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ പുട്ടാണ് ഗൈസ്. നമ്മൾ പൊൻകതിറിൻ്റെ തന്നെ തരിതരി പുട്ടാണ്. എനിക്ക് ഈ പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേതിനെ അങ്ങനെ അത്ര കഴിക്കാറില്ല. അപ്പോൾ ഇന്ന് കറിയൊക്കെ കൂട്ടി കഴിക്കണം. പിന്നെ ഞങ്ങൾ ഇവിടെ ഏറാത്തൊക്കെ വന്നിരുന്നു കുറച്ച് നേരം ചിരിയും കളിയൊക്കെ ആയിരുന്നു. രാവിലെ ഏതാണ്ട് ഒരു 8:30 ആയതേ ഉള്ളൂ ഗൈസ്. കാര്യം വെച്ചു രാവിലെ 7 മണിക്ക് എഴുന്നേറ്റ്. അപ്പം രാവിലെ അവന് പോകാനുള്ള ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബ്രദറിന് പോകാനുള്ള ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം അപ്പം പുട്ട് റെഡിയായപ്പോൾ തന്നെ യേശുവിന് ഇത്തിരി കൊടുത്തു നോക്കി. അവനങ്ങനെ കഴിക്കാറില്ല. പക്ഷേ ഇത് കൊടുത്തപ്പോൾ അവൻ കഴിച്ചായിരുന്നു ഗൈസ്. പിന്നെ അവൻ്റെ കൂടെ പോകാനുള്ളൊരു മൽപ്പിടത്തരത്തിലായിരുന്നു. അവൻ ജോലിക്ക് പോകുമ്പോൾ കരച്ചിലാണ്. അപ്പോൾ 2 ദിവസം കൊണ്ട് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബഹളം. പിന്നെ പുട്ടൊക്കെ തന്നാൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് കഴിക്കുന്നത്. പിന്നെ പോകാൻ നേരത്തൊരു ഇച്ചിരി വാശിയൊക്കെ പിടിച്ച്, എങ്കിലും കുഴപ്പമില്ലായിരുന്നു ഗൈസ്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. അമ്മ നല്ല അടി കിട്ടിക്കൊണ്ടിരിക്കുക 2 ദിവസം കൊണ്ട്. കിച്ചു ബേബി ഇപ്പോൾ എല്ലാവരും നല്ല അടി കൊടുക്കും ഗൈസ്. സഹിക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ ഒരു അടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ. ഞാനാദ്യം കറിയൊക്കെ കൂട്ടിയാണ് ഗൈസ് പുട്ട് കഴിച്ചത്. പിന്നെ എനിക്ക് എന്തോ 2 പിടി കഴിച്ചപ്പോൾ എനിക്ക് കറി പുട്ടുമായിട്ട് അത്ര പോരാന്ന് തോന്നി. പിന്നെ ഞാനത് മാറ്റിയിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് കഴിച്ചു ഗൈസ്. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഞാനിവ ഭയങ്കര നിർബന്ധവും കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ അതിസാഹസികമായി അവനെ കുളിപ്പിച്ച് ഉറക്കി കിടത്തി ഗൈസ്. അന്നേരം എൻ്റെ വാപ്പുവിൻ്റെ വീട്ടിൽ നിന്ന് അപ്പായും കുഞ്ഞായും പിള്ളേരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇച്ചിരി ഫുഡ് ലാവിഷായിട്ടൊന്നും ഇല്ല. രാവിലെ മീറ്റൊക്കെ മേടിക്കായിരുന്നു. അപ്പോൾ വാപ്പി രാവിലെ പോയതുകൊണ്ട് തന്നെ ഇവിടെ ആരും മേടിച്ച് തരാനില്ലായിരുന്നു. അപ്പോൾ മീനുണ്ടായിരുന്നു, ചൂര മീനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുളിക്കറി വെച്ച്, മീൻകറി വെച്ച്, ചീനി വെച്ചു, ബീട്രൂട്ട് തോരൻ വെച്ചു. എല്ലാവരും കൂടി ഇന്ന് കഴിക്കുന്ന വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങ് വിട്ടുപോയി. പിന്നെ എല്ലാം അടച്ചു വെച്ചപ്പോഴാണ് ഓർമ്മ വന്നത് ഗൈസ്. അപ്പം സൺഡേയിലാണ് ഉമ്മ ഇവിടെ കാണത്തുള്ളൂ. അപ്പോൾ എനിക്ക് സൺഡേ വരാനാണ് ഇഷ്ടം. നമ്മളവിടെ ഒറ്റയ്ക്ക് ഇവിടെ ഒറ്റയ്ക്ക്. അവിടെ പിന്നെ വൈകിട്ടാകുമ്പോൾ എല്ലാവരും കാണും ഗൈസ്. മൂത്തുമ്മ പിള്ളേരൊക്കെ കാണും. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ സൺഡേയിലെ വിശേഷങ്ങൾ. ഇനി അവൻ ഉറങ്ങി, ഇനി ഞാനും കിടന്നുറങ്ങും. അപ്പം ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസാണ് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. ഓക്കെ, ബൈ ബൈ.